ഷെയിം കേരള പോലീസ്, ഷെയിം. വളരെ മോശമായി പോയിട്ടോ. ആ പിറകിലുള്ള വാഹനത്തിലുള്ള ആള് ക്യാമറയിൽ പിടിച്ചതുകൊണ്ട് 4 ആൾ അറിഞ്ഞു. അങ്ങനെ ക്യാമറയിൽ പിടിക്കാത്ത എത്ര സംഭവങ്ങൾ കടന്നുപോയിട്ടുണ്ടാവും. SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കല്ലാതെ വാഹനം പരിശോധിക്കാനും അതിന് പിഴ ഈടാക്കാനുള്ള അധികാരമില്ല. ഇവിടെ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അപേക്ഷയാണ് കേട്ടോ. നിങ്ങൾ ഈ ജോലി കാലയളവിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മറ്റുള്ള പുറം രാജ്യങ്ങളൊന്ന് സന്ദർശിക്കണം. അവിടെയുള്ള പോലീസുകാർ ജനങ്ങളോട് ഏത് രീതിയിലാണ് പെരുമാറുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിട്ട് അത് ജോലിയിലൊന്ന് പകർത്താൻ ശ്രമിക്കുക. പുറം രാജ്യങ്ങളിലൊക്കെ നിയമം തെറ്റിച്ച് വരുന്നവര് താഴേക്കടയിലുള്ള ആളോട് SI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പെരുമാറുന്ന രീതി എങ്ങനെയാണെന്നറിയോ? അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയിട്ട് സാറേ എന്നുള്ള അഭിസംബോധനത്തോട് കൂടിയിട്ട് എന്തുകൊണ്ടാണ് താങ്കൾ നിയമം ലംഘിച്ചത്, എന്താണ് അതിനുള്ള കാരണങ്ങൾ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹത്തോട് പറയും എത്രയും പെട്ടെന്ന് താങ്കൾ ഈ പിഴ അടയ്ക്കണം, ഇനി മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് പറയും. ആ പിഴ ഏറ്റുവാങ്ങുന്ന ആളുണ്ടല്ലോ, അയാൾ ജീവിതത്തിൽ ഒരിക്കലും രണ്ടാമത് ആ നിയമം തെറ്റിക്കില്ല. കാരണം വളരെ നല്ല രീതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥന് ആ നിയമം തെറ്റിച്ച കാരണങ്ങളും ഇനി തെറ്റിക്കരുതെന്നൊക്കെ വളരെ മനോഹരമായിട്ട് സ്നേഹത്തോടു കൂടി ഒരു ഉപദേശത്തോടു കൂടി പറഞ്ഞു തരുമ്പോൾ വീണ്ടും ആ നിയമം തെറ്റിച്ച് അദ്ദേഹത്തെ വീണ്ടും കാണുന്ന ഒരു സന്ദർഭം ജീവിതത്തിൽ ഇല്ലാതിരിക്കണേന്ന് ആ നിയമം തെറ്റിച്ച ആള് ചിന്തിക്കും. എത്ര ക്രൂര സ്വഭാവമുള്ള ആളാണെങ്കിലും അദ്ദേഹം ആ ലംഘിച്ച നിയമം വീണ്ടും ലംഘിക്കാൻ അദ്ദേഹത്തിന് തോന്നൂല. അതാണ് ഒരു 10 അടി അടിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് നല്ല വാക്കിലൂടെ ജനങ്ങൾക്ക് സന്ദേശം കൊടുക്കുക എന്നുള്ളത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറം രാജ്യങ്ങളിലൊക്കെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെ തട്ടിലുള്ള ഗവൺമെന്റ് ജോലിയാണ്. അപ്പൊ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ആ ബോധം ഉണ്ടാവും. തന്നെക്കാളും ഉയർന്ന എത്രയോ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, എത്രയോ നല്ല നല്ല ജോലികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതിയിലാണ് ജനങ്ങളോട് അവർ പെരുമാറുക. ഇതെന്തോ അന്യഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പോലീസായിട്ട് പടച്ചുവിട്ട ആളുകളെ പോലെയാണ് നിങ്ങൾ ജനങ്ങളോട് പെരുമാറുന്നത്. SI കാറ്റഗറിയിലെ ആളുകൾ പോലും സാറേ എന്ന് പറഞ്ഞ് ജനങ്ങളോട് വാഹനത്തിന്റെ അടുത്തേക്ക് പോയിട്ട് അഭിസംബോധനം ചെയ്യണേ എന്നുള്ള നിയമങ്ങളോടുത്ത് അടിക്കാനൊക്കെ ഉള്ള അധികാരം എവിടെ എത്തിപ്പോയി? നിങ്ങൾ എന്താ പതി കഥ? ഈ അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഈ പുറം രാജ്യത്തുള്ള ആളുകളൊക്കെ ഒന്ന് കണ്ണടയ്ക്കും. കാരണം അവർ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് വെയിലും മഴയൊക്കെ കൊണ്ട് അധ്വാനിച്ച് ജീവിക്കുകയാണ്. അങ്ങനത്തെ ആളുകൾ സമൂഹത്തിന് ആവശ്യമാണ്. നിങ്ങൾ ചെയ്യുന്ന എന്താണ്? ഇങ്ങനെ പെരുമാറേണ്ട കുറച്ച് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരോട് നിങ്ങൾ ഇങ്ങനെ പെരുമാറൂല, അവരെ മുന്നിൽ ഒച്ചാഞ്ചി നിൽക്കും. ഇതൊക്കെ കേട്ടോ നിങ്ങൾ? ജീവിതത്തിൽ പോലീസ് എന്താണ്, പോലീസ് സ്റ്റേഷൻ എന്താണെന്ന് അറിയാത്ത ആളുകളോടൊക്കെ ഈ രീതിയിൽ പെരുമാറും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സമിതിക്ക് കയറുന്നത്. ഇന്നേ വരെ വേറെ ആളൊപ്പം പോയിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കൊണ്ട് പോലീസ് ജീപ്പിലും കയറുന്നതും സ്റ്റേഷനിൽ കയറുന്നതും. ഇനിയിപ്പം ഇതിനകത്ത് പരാതി നമ്മൾ കൊടുക്കുന്നുണ്ട്. പരാതി ഇപ്പൊ SP ഓഫീസിലോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ഈ ചെയ്യുന്നത് കൊണ്ടുള്ള ദോഷം എന്താണെന്നറിയോ? അന്നന്ന് കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് രാവിലെ ജോലിക്ക് വേണ്ടിയിട്ട് പുറപ്പെടുന്ന ആളുകളൊക്കെ ഈ രീതിയിൽ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് ക്രൂരമായിട്ട് ആക്രമിക്കുമ്പോ അവർക്ക് ജോലി ചെയ്യാനുള്ള താല്പര്യം കുറയാണ്. അവര് വീട്ടിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതാവാൻ, പുറത്തേക്ക് ഇറങ്ങാൻ പേടിയായിട്ട് ജോലിക്ക് പോകാൻ കഴിയാതെ മാനസികാവസ്ഥ തെറ്റിപ്പോവാണ്. പിന്നെ ക്രിമിനൽ ചിന്താഗതികൾ കടന്നു വരികയാണ്. ക്രിമിനലുകളായിട്ട് മാറാണ് ജനങ്ങൾ. ഇത്തരം നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഒരുപാട് ക്രിമിനലുകൾ നിങ്ങൾ വളർത്തുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ജോലി ചെയ്യാൻ വിടി. എത്രയോ ആളുകൾ സമൂഹത്തിൽ ക്രിമിനലുകളായി ജീവിക്കുന്നുണ്ട്. അവരെടുത്ത് പോയിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ട് 2 കയ്യടി മേടിക്കും. അതാണ് ആണത്തം, അന്തസ്. അതാണ് പോലീസ്. അല്ലാതെ സാധാരണക്കാരന്റെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ജീവിക്കല്ലേ.